കൊട്ടിക്കലാശത്തിൽ അവസാന നിമിഷത്തിന്റെ ചൂടിലേക്കാണ് ഇപ്പോൾ ചേലക്കരയും വയനാടും കടന്നിരിക്കുന്നത്. അതായത് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം ഒരു അവസാന ലാപ്പിലേക്ക് എത്തി നിൽക്കുകയാണ്. വയനാടും ചേലക്കരയിലും ഒരു വാശിയേറിയ പ്രചരണം തന്നെയാണ് ഇരു മുന്നണികളും ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി പരസ്യ പ്രചരണത്തിന് കൊട്ടിക്കലാശമാകും. അടുത്ത ദിവസം, അതായത് വരുന്ന അടുത്ത ദിവസം ചൊവ്വാഴ്ച നിശബ്ദ പ്രചരണം നടക്കും. 13-ാം തീയതിയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതേസമയം നമുക്കറിയാം, കൽപ്പാത്തി രഥോത്സവത്തെ തുടർന്നുകൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് 20-ാം തീയതിയിലേക്ക് മാറ്റുകയായിരുന്നു. അപ്പോൾ പാലക്കാട് 18-ാം തീയതിയാണ് പരസ്യ പ്രചരണം അവസാനിക്കുന്നത്. വയനാട്ടിൽ മത്സരരംഗത്തുള്ളത് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരരംഗത്തുള്ളത് പ്രിയങ്ക ഗാന്ധിയാണ്. CPI നേതാവ് സത്യൻ മൊഗേരിയാണ് LDFനായി മത്സരരംഗത്തുള്ളത്. അതേപോലെ നവ്യ ഹരിദാസ് ആണ് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. പിന്നീട് ചേലക്കരയിലേക്ക് വരികയാണെങ്കിൽ LDFനായി മത്സരരംഗത്തുള്ളത് UR പ്രദീപും UDFനായി രമ്യ ഹരിദാസുമാണ്. അതേപോലെ NDAക്കായി K ബാലകൃഷ്ണനുമാണ് മത്സരരംഗത്തുള്ളത്. അതേപോലെ ഇരു മണ്ഡലങ്ങളിലും കൊട്ടിക്കലാശത്തിനൊരുങ്ങുമ്പോൾ റോഡ് ഷോകളും അതുപോലെ തന്നെ വീടുകൾ തോറുമുള്ള സന്ദർശനവും ഒക്കെയായി തന്നെ വയനാട്ടിലും ചേലക്കരയിലും തിരഞ്ഞെടുപ്പ് വലിയൊരു ആവേശത്തിന്റെ ഒരു ചൂടിൽ അല്ലെങ്കിൽ ആവേശം കൊണ്ട് കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം രാഹുൽ ഗാന്ധി റോഡ് ഷോയിൽ പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ കൊട്ടിക്കലാശത്തിൽ രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. വൈകിട്ട് തിരുവമ്പാടിയിലെ കൊട്ടിക്കലാശത്തിനായിരിക്കും അതായത് രാഹുൽ ഗാന്ധി പങ്കെടുക്കാൻ എത്തുക. അതുപോലെ തന്നെ എലൈവ് വയനാട് എന്നെഴുതിയ ഒരു ടീഷർട്ട് ധരിച്ചാണ് രാഹുൽ ഗാന്ധി ബത്തേരിയിലെ റോഡ് ഷോയിൽ പങ്കെടുത്തത്. പിന്നെ സത്യൻ മൊഗേരി ഇന്ന് സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളേജിൽ എത്തുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ കൊട്ടിക്കലാശത്തിന് കൽപ്പറ്റയിൽ സത്യൻ മൊഗേരിക്കൊപ്പം മന്ത്രി P പ്രസാദും മറ്റ് നേതാക്കളും എല്ലാവരും പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. NDA സ്ഥാനാർത്ഥിയായ നവ്യ ഹരിദാസിന്റെ പ്രചരണവും കൽപ്പറ്റയിൽ വളരെ വാശിയോടെ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാസത്തോളം നമുക്കറിയാം, ഒരു മാസത്തോളം നീണ്ട ഒരു വീറും വാശിയും നിറഞ്ഞ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണം തന്നെയായിരുന്നു ചേലക്കരയിൽ നടന്നത്. അതിനാണ് ഇന്ന് സമാപനം കുറിക്കുന്നത്. വൈകുന്നേരം 4:30 സ്ഥാനാർത്ഥികളും പ്രവർത്തകരും എല്ലാം തന്നെ ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് അണിനിരക്കും. പിന്നെ കൂടാതെ പഞ്ചായത്ത് തലത്തിലും ഒരു കൊട്ടിക്കലാശം നടക്കും. ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയും വിവാദങ്ങളിൽ കരുതലോടെ തന്നെ പ്രതികരിച്ചുമായിരുന്നു സിറ്റിംഗ് സീറ്റ് നിലനിർത്താനുള്ള ഇടതു മുന്നണിയുടെ പ്രചരണ രീതി ഉണ്ടായിരുന്നത്. ഭരണവിരുദ്ധ വികാരം എടുത്തു കാട്ടിക്കൊണ്ട് അതുപോലെ നേതാക്കൾ മുഴുവൻ സമയവും ബൂത്ത് തലം വരെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുമായിരുന്നു UDF ക്യാമ്പ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ റോഡ് ഷോയ്ക്ക് K രാധാകൃഷ്ണൻ MPയും പങ്കെടുത്തിരുന്നു. റോഡ് ഷോയും അതുപോലെ തന്നെ വീടുകൾ സന്ദർശിച്ചുള്ള പ്രചരണങ്ങളും സജീവമായി തന്നെ UDF സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസും കളത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ തികഞ്ഞ ഒരു വിജയ പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നതും. ഒരു മാസത്തോളം നീണ്ടുനിന്ന വീറും വാശിയും നിറഞ്ഞ ചേലക്കരയിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് ഇന്ന് കൊട്ടിക്കലാശമാകുന്നത്. മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ഒരു കാടിളക്കിയ ഒരു പ്രചരണ രീതിയായിരുന്നു. അതിനാണിപ്പോൾ ഒരു പരിസമാപ്തിയാകാൻ പോകുന്നത്. ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി തന്നെ അതുപോലെ തന്നെ വിവാദങ്ങളിൽ കരുതലോടെ പ്രതികരിച്ചുമായിരുന്നു സിറ്റിംഗ് സീറ്റ് നിലനിർത്താനുള്ള ഇടതു മുന്നണിയുടെ പ്രചരണം അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരത്തെ ഊന്നിക്കൊണ്ടായിരുന്നു നേതാക്കൾ മുഴുവൻ സമയവും ബൂത്ത് തലം വരെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതും. BJPയും പ്രചരണത്തിൽ ഇരു മുന്നണികൾക്കും ഒപ്പത്തിനൊപ്പം തന്നെ പിടിച്ചു നിൽക്കുകയായിരുന്നു. എന്തായാലും വൈകിട്ട് ചേലക്കര ടൗണിലാണ് 3 സ്ഥാനാർത്ഥികളും പങ്കെടുക്കുന്ന കൊട്ടിക്കലാശം നടക്കുന്നത്. രമ്യ ഹരിദാസിനൊപ്പം KPCC അധ്യക്ഷൻ കൂടിയായ K സുരേന്ദ്രനും UR പ്രദീപിനായി പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയായ സരിനും കൊട്ടിക്കലാശത്തിൽ അണിനിരക്കുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. അതേസമയം ഒരു വേറിട്ട ഒരു പ്രചരണ രീതിയാണ് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ട്രാക്ടർ റാലികൾ നടത്തി UDFും BJPയും പ്രതിഷേധം അറിയിക്കുകയാണ്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ കൽപ്പാത്തി രഥോത്സവത്തെ തുടർന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നവംബർ 20ലേക്ക് നീട്ടിവെച്ചതോടെ തന്നെ പരസ്യ പ്രചരണത്തിന് കൂടുതൽ സമയമാണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് UDFും NDAയും ഇന്ന് ട്രാക്ടർ മാർച്ചുകൾ നടത്തിയത്. രാവിലെ UDF നേതൃത്വത്തിൽ കണ്ണാടിയിൽ നിന്ന് ആരംഭിച്ച ഒരു കർഷക രക്ഷാ ട്രാക്ടർ മാർച്ച് K മുരളീധരനായിരുന്നു ഉദ്ഘാടനം ചെയ്തത്.
നെല്ലിന്റെ സംഭരണം പാളിയതടക്കം കർഷകരുടെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടായിരുന്നു മാർച്ച് നടന്നത്. ഇതിനു പിന്നാലെ ഉച്ചയോടെ തന്നെ BJPയുടെ നേതൃത്വത്തിലും കർഷക വിഷയങ്ങൾ അത് ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ളൊരു ട്രാക്ടർ മാർച്ച് അവിടെ നടത്തുകയുണ്ടായി. കണ്ണാടി പാത്തിക്കാലിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നടൻ കൃഷ്ണപ്രസാദ് ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും സമാപന സമ്മേളനത്തിൽ പങ്കാളിയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.